ഹലോ, നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷം കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ വേദ വിക്രമും അവരുടേതായിട്ടുള്ള ഒരു ജീവിതം എന്ന് വെച്ചാൽ വിശ്വത്തിനെ പുറത്തിറക്കാനായിട്ട് രണ്ടുപേരും ഒറ്റ കൈ ഇതായിട്ട് നിൽക്കുകയും ആത്മാർത്ഥമായിട്ട് വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പോലെയൊക്കെ തന്നെയായി കേട്ടോ. അപ്പോൾ ഒരു ദിവസം വിക്രം ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ ഉറങ്ങുന്ന ടൈമിൽ വേദ ഒരു ന്യൂസ് പേപ്പറുമായിട്ട് ഇങ്ങനെ വരാണ് വിക്രം കിടക്കുന്ന റൂമിലോട്ട്. എന്നിട്ട് വന്നിട്ട് ചെവിയിലവിടെ വന്നിട്ട് ടോന്ന് ഇങ്ങനെ ആക്കുക. വിക്രം എൻ്റെ മോന്നും പറഞ്ഞിട്ട് വിക്രം ചാടി അങ്ങ് എഴുന്നേൽക്കട്ടെ, പെട്ടെന്ന് പേടിച്ചു പോയി. എന്നിട്ട് വിക്രം ചോദിക്കണം, നിനക്ക് എൻ്റെ വട്ടാണോ ഒരു ഉറങ്ങണ മനുഷ്യനെ ഇങ്ങനെ ശല്യപ്പെടുത്തണ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് വിക്രം അവളെ ഒച്ച എടുക്കാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആണോ അത്ര പേടിയായോ? എന്നിട്ട് പിന്നെ വിക്രമിൻ്റെ അടുത്തൊക്കെ ഒന്ന് രണ്ട് തമാശയൊക്കെ പറഞ്ഞ് വേദ ഇരിക്കുകയാണ്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, നിനക്ക് ശരിക്കും പ്രാന്ത അല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ കൊച്ചു വർത്താനവും സൊള്ളിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് ആ നന്ദിനി ഏട്ടത്തി എങ്ങാനും കേൾക്കും, അതുകൊണ്ട് പതുക്കെ പറഞ്ഞാൽ മതി. പതുക്കെ അല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വേദയുടെ അടുത്ത് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയും, അതെ വിക്രു അങ്ങനെ പോവല്ലേ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതെ ഇന്നത്തെ പത്രത്തിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ SP റൂറൽ SP ആയിട്ട് ഒരു മാഡം, അതായത് ചിത്ര ശശിധരൻ, അങ്ങനെ ചിത്രകലാ ശശിധരൻ എന്ന് പറഞ്ഞൊരു മാഡമാണ് പറഞ്ഞത്. ആളൊരു പുലിയാട്ടോ. അപ്പോൾ അവർ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അപ്പോൾ അതിലവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ലെവലിൽ നിൽക്കുന്നവർക്കെല്ലാം വലം കൈയായിട്ട് കുറേ ഗുണ്ടകളുണ്ട്, ആദ്യം അവരെയൊക്കെ പൊക്കണമെന്നുള്ളതാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ വിക്രം പേപ്പർ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് നോക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വേദം പറഞ്ഞു, അതെ എന്നിട്ട് ഇന്നത്തെ പത്രത്തിലൊരു ന്യൂസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ശ്രീനി സാറിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ശ്രീനി സാറിന് ശ്രീനി എന്ന് പറയുന്ന ആളിൻ്റെ വലം കൈയായിട്ട് നിൽക്കുന്ന വിക്രം എന്ന് പറയുന്ന ആ ഗുണ്ടാ തലവനെ ആദ്യം അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വേദ ഒരു നമ്പർ ഇട്ടതാണ്, പക്ഷേ വിക്രം ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. എൻ്റെ വിക്രം നോക്കുകയാണ്, പത്രത്തിൽ പ്രാളപ്പെട്ട് നോക്കുകയാണ്, ശരിക്കും ഇനി എൻ്റെ പേര് എവിടെയാണ് ഉള്ളത്, എവിടെയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്രം അന്താളിച്ച് നോക്കുകയാണ്. അപ്പോൾ വേദ പറഞ്ഞു, അതെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഒന്ന് കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ, പക്ഷേ നിങ്ങളുടെ പേര് അയാളെ പേരും ചേർത്ത് പറഞ്ഞത് ഞാൻ ചുമ്മാതാന്ന് പറഞ്ഞു. എന്നിട്ട് വേദ പറഞ്ഞുണ്ട്, അല്ലെങ്കിലും കണ്ടോ നിങ്ങളുടെ ശ്രീനി സാറെന്ന് പറയുന്ന സാറിനെ ആദ്യം പൊക്കും, സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള അയാളെ ആദ്യം പൊക്കിയിരിക്കുക, അതിൻ്റെ കൂടെ നിങ്ങളെയും പൊക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശ്രീനി സാറിനെ കുറിച്ച് നീ വേണ്ടതിന് അയാൾ എന്നെ ഇത്ര വലിയ പുകഴ്ത്താൻ, അയാളൊരു സമൂഹദ്രോഹി തന്നെയാണ്. അപ്പോൾ വിക്രമൻ നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുമെന്നും പറഞ്ഞ് അടിക്കാൻ ഓടിക്കണം. വേദ ആ റൂമിൽ കിടന്ന് മൊത്തം ഓടാട്ടോ. ഓടി അവസാനം ഇപ്പുറത്തെ വീട്ടിലോട് അങ്ങോട്ട് എത്തുക. അപ്പോൾ ശ്രീജയെ നന്ദിനി ഏതാണ്ടാ പറഞ്ഞിരിക്കണം. അപ്പോൾ ശ്രീജേനെ വട്ടം വെച്ച് ബാക്കിൽ വേദ നിൽക്കണം. അപ്പോൾ വിക്രം പത്രം വെച്ച് രണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നന്ദിനി ചോദിക്കണം, ഇതെന്തുവാ ഇവിടെ നാണം ആവണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും കാര്യമാക്കാണ്ട് വീണ്ടും വേദയും വിക്രമും കൂടെ ഓടാണ്. അതായത് വേദം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സാമൂഹ്യദ്രോഹിയാണ് നിങ്ങളെ ശ്രീനി സാറ്. അവസാനം ഓടി നമ്മുടെ കമലയും മാഷും കൂടെ നടന്ന് തോട്ടത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയം നേരെ ചെന്ന് വേദ മാഷിനെ ഇടിക്കുകയാണ്. എല്ലാവരും അങ്ങ് ഷോക്കായി പോവാണ്. അപ്പോൾ നമ്മുടെ നന്ദിനി ഇറങ്ങി ചെന്നിട്ട് പറയും, എന്താ ഇവിടെ കാണിക്കണത്, നിനക്ക് എന്നെ പ്രാന്താണോ? അപ്പോൾ കമല പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇവിടെ സ്വൈര്യമില്ല, അതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ കൊച്ചുകളി. അപ്പോൾ വേദ പറഞ്ഞു, അല്ല അച്ഛാ മാഷെ, അത് ഞാൻ അറിയാണ്ട് വിക്രം ഇങ്ങനെ വന്നപ്പോൾ ഒന്നുമില്ല അച്ഛാ, ഈ വേദ തന്നെയാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ചുമ്മാ ആവശ്യമില്ലാണ്ട് അവനെ ഇളക്കി വിട്ട്, അവൻ്റെ ആ ശ്രീനി സാറിനെ ഏതാണ്ടോ പറഞ്ഞ് സാമൂഹ്യദ്രോഹി എന്നും പറഞ്ഞ് അവനെ ഇളക്കി വിട്ടിട്ട് ഇവിടെ മൊത്തം ഓടിക്കിടന്ന് കളിക്കുകയാണ്. ഇവള് തന്നെയാണ് ഇതിൻ്റെ ഈ എല്ലാത്തിനും മെയിൻ, ഇവിടുത്തെ വിശ്വേട്ടൻ ജയിലിലാവാനും എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ചുമ്മാ ഓരോ ചൊറിഞ്ഞ ഡയലോഗ് അടിക്കുകയാണ്.
അപ്പം മാഷ് അപ്പോഴാണ് പറയണത്, ഓഹോ നിൻ്റെ അല്ല, അപ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അതെ ഞാൻ കളിച്ചൊന്നും അല്ല, ഞാൻ അവളെ വഴക്ക് പറയാനായിട്ട് ഓടിച്ചതാ. കാരണം എൻ്റെ ശ്രീനി സാറിനെ കുറിച്ച് അവൾ സാമൂഹ്യദ്രോഹി എന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല, അത് ആരാണെങ്കിലും ഞാൻ തല്ലുമെന്ന് പറഞ്ഞു. അപ്പം മാഷ് പറഞ്ഞു, ഓഹോ അപ്പം നന്ദിനി പറഞ്ഞ് നീ സാമൂഹ്യദ്രോഹി എന്ന് പറഞ്ഞ് ശ്രീനി സാറിനെ വിളിച്ച് അത് ഓടിയതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിയാണ് എടാ, എങ്കിൽ നീ എന്നെ ആദ്യം തല്ലടാ. അയാൾ ചെറുപ്പക്കാരായ പിള്ളേരെ വഴിതെറ്റിക്കുന്ന ഒരു സാമൂഹ്യ ബിരുദം തന്നെ. ഞാനത് എടുത്തെടുത്ത് പറയുമെന്ന് മാഷ് പറയാണ്. എന്തേ നിനക്ക് എന്നെ തല്ലണോ, വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ വിക്രം മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഈ സമൂഹത്തിലെ ഓരോ ചെറുപ്പക്കാരെയും അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുണ്ടകളാക്കി അയാളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ പിന്നെ സാമൂഹ്യദ്രോഹി എന്നല്ലാണ്ട് പിന്നെ എന്ത് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാഷിൻ്റെ അടുത്ത് പിന്നെ വേദ സോറി പറയണം, അച്ഛൻ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ മക്കൾ സന്തോഷകരമായിട്ടുള്ള ഇതുപോലെയുള്ള നിമിഷങ്ങളൊക്കെ അച്ഛന് വലിയ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് സന്തോഷമായി. അപ്പോൾ നന്ദിനി അങ്ങ് ചൂളിപ്പോവാണ്. അങ്ങനെ മാഷും കമലയും അകത്ത് കയറി പോവാണ്, ശ്രീജയും പോവാ. അപ്പോൾ നന്ദിനിയുടെ അടുത്ത് വേദ ചോദിക്കും, ഇപ്പോൾ സമാധാനമായോ? അപ്പോൾ നന്ദിനി ഇങ്ങനെ വല്ലാണ്ട് എന്തോ പോലെ നിൽക്കണം. എന്നിട്ട് വേദ വീണ്ടും വിക്രമിൻ്റെ മുഖത്ത് നോക്കി സാമൂഹ്യ ദ്രോഹി എന്ന് വിളിച്ചിട്ട് വീണ്ടും ഒരു ഒറ്റ ഓടാ. ചുമ്മാ ഒരു തമാശ, ഒരു ഇതുപോലെയുള്ള അവരുടേതായ ഒരു ഇതാണ്. അപ്പം വേദയും പോയി കഴിഞ്ഞപ്പം വിക്രമിൻ്റെ അടുത്ത് നന്ദിനി ചോദിച്ചു, നിനക്ക് നാണം ഉണ്ടോടാ? നാണം എന്തോ വലിയൊരു ഗുണ്ടയാണ്, ഗുണ്ട. വല്ല പെണ്ണുങ്ങളാ തല്ലും മേടിച്ചിട്ട് നിന്നെ നാട്ടുകാരിന് ഗുണ്ടയെന്നല്ല, പിന്നെ എന്തോന്ന് കിണ്ടി എന്ന് വിളിക്കുന്നു, കിണ്ടി എന്ന് വിളിക്കും. കാര്യം എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ തല്ലും മേടിച്ച് കിടക്കണം, നിന്നെ പിന്നെ വേറെ എന്ത് വിളിക്കും? അപ്പം വിക്രം ചോദിക്കും, കുണ്ടിയെന്നോ? അയ്യേ നാണക്കേട്. അങ്ങനെ ചമ്മി ചൂളി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മളെ വേദ നമ്മുടെ ചക്രവാണി സാറിൻ്റെ അടുത്ത് ഇതിന് പ്രാക്ടീസിന് വേണ്ടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രീജ അടുത്തോട്ട് വരണം. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, വേദയോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ശ്രീജ ഏട്ടത്തി പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, വിഷുവേട്ടനെ പുറത്തിറക്കിയതിൽ ഞാൻ ശരിക്കും വേദയോട് നന്ദിയൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്തിനാണ് ശ്രീജേച്ചി അങ്ങനെയൊക്കെ പറയണം? ശ്രീജേട്ടത്തിയോട് എനിക്ക് യാതൊരു ഇതുമില്ല. എന്നെ അന്നും ഇന്നും ഒരുപോലെ എന്നെ സ്നേഹിക്കുന്നതല്ലേ ശ്രീജേട്ടത്തി. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടക്കുറവും ശ്രീജേട്ടത്തിയോടില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ഞാൻ സത്യം പറയാണ്ട് കള്ളം എന്തായാലും ശ്രീജേട്ടത്തി അടുത്ത് പറയില്ല. എന്താണ്? അല്ല, കള്ളം പറയില്ലെങ്കിലും ചിലപ്പോൾ പറയാൻ മടിയായിരിക്കും. എന്നോട് കാര്യം പറയണം. അപ്പം ചോദിക്കുകയാണ് വേദ, എന്താണെങ്കിലും ചോദിച്ചോളൂ ശ്രീജേട്ടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീജ ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ നടന്നാൽ മതിയോ? അതായത് എനിക്കിപ്പോൾ ചില സംശയങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങനെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രകടനങ്ങളൊക്കെയാണോ, അതോ നിങ്ങൾ ഒരു ഭാര്യ ഭർത്താവായിട്ടുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ വേദ എന്നിങ്ങനെ ശ്രീജ ചോദിക്കണം. അപ്പോൾ നമ്മുടെ വേദയ്ക്ക് മനസ്സിലായി, എപ്പോഴും ഇങ്ങനെ നടന്നാൽ മതിയോ? എപ്പോഴായാലും നിങ്ങളൊരു ഭാര്യ ഭർത്താവായി ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കണ്ടേ? ഒരു ഭാര്യയുടെ ഒരു ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത് ആ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവ് അംഗീകാരം തരിക എന്നുള്ളതാണ്. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുക, ഒരു കുടുംബമാവുക, മക്കൾ, അതൊക്കെയല്ലേ ഒരു ജീവിതം വേദ. അപ്പോൾ അതൊക്കെ നിനക്ക് വേണ്ടേ? അപ്പോൾ വേദ പറയുന്നുണ്ട്, ശ്രീജേട്ടത്തി എന്നെയും വിക്രുവിനെയും സംബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ പരസ്പരം മനസ്സുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രണയം സാധാ പ്രണയം പോലെയല്ല, വളരെ വ്യത്യാസമാണ്. അതിൻ്റെ ഇടയിൽ ചില ടോമാഞ്ചെറികളെ പോലെയൊക്കെ ഞങ്ങൾ അടിപിടി കൂടും. അതും വളരെ ഞങ്ങൾ ആസ്വദിച്ചുള്ള ഒരു ഇത് തന്നെയാണ്. സ്നേഹം കൂടുമ്പോൾ അങ്ങനെയാണ് ശ്രീജേട്ടത്തി. നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾക്ക് സ്നേഹം ഇല്ലായികയൊന്നുമില്ല, മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹം തന്നെയാണ്. അത് വിക്രമിനെ എന്നെയും എനിക്ക് തിരിച്ച് വിക്രമിനെയും. പിന്നെ അത് മാത്രമല്ല, എനിക്കും വിക്രമിനെ ഒരു ദിവസം പോലും മാറി നിൽക്കാൻ കഴിയില്ല. അതുപോലെ വിക്രമിനും അതുപോലെ തന്നെ എന്നെ ഒരു ദിവസം പോലും കാണാണ്ട് വിക്രമിനും കഴിയാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ശ്രീജേട്ടത്തി. പിന്നെ സ്നേഹം കൂടി അതിൻ്റെ ഒരു മൂർജന്യാവസ്ഥയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ആ ഒരു ജീവിതം തുടങ്ങുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന പാത അതൊന്നുമല്ല, അതിനേക്കാളും വലിയൊരു ലക്ഷ്യത്തിലാണ്. എനിക്ക് വിക്രമിനെ എല്ലാ രീതിയിലും
രീതിയിലും മാറ്റി നല്ലൊരു മനുഷ്യനായിട്ട് എടുത്ത് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ ശ്രീജേട്ടത്തി എന്ന് പറയുമ്പോൾ ശ്രീജ പറയും, ശരിയാ മോളെ, ഞാൻ നിന്നെ സംശയിച്ച് പറഞ്ഞതല്ല, എൻ്റെ ഒരു ആഗ്രഹം, നിങ്ങളെന്നും ഇങ്ങനെ നടന്നാൽ പോരല്ലോ, അതെനിക്ക് മനസ്സിലാവും ശ്രീജേട്ടത്തി. എന്തായാലും ഞങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് നല്ല രീതിയിൽ സ്നേഹത്തോടെ തന്നെയാണ് പോകുന്നത്, അതോർത്ത് ശ്രീജേട്ടത്തെ വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് വേദ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിക്രമും റെഡിയായി വരണം. നീ ഓഫീസിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയാം. എന്നാ വാ, ഞാൻ കൊണ്ടുപോകാം, നിന്നെ ഇറക്കാം, അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അതുവഴിയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ വേദ ചോദിക്കും, ഞാൻ എന്താ ഈ കാണുന്നത്, ഇത് ഉള്ളതാണോ, എന്താ, അല്ല എന്നെ ഓഫീസിലോട്ട് ഇങ്ങോട്ട് കയറടി പെണ്ണേ, അവളൊരു കിന്നാരം പറിച്ചില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം വേദന കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ വക്കീൽ ഓഫീസിലെത്താണ്. അപ്പോൾ നമ്മുടെ ചക്രപാണി സാറ് ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലത്ത് വന്നു. അപ്പോൾ ബാക്കി എല്ലാ വക്കീൽ വേദയെ കണ്ടപ്പോൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറയാണ്. കാര്യം സ്വന്തം ഏട്ടനെ വെല്ലുവിളിച്ചുകൊണ്ട് കേസ് ജയിച്ചല്ലോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വാദിച്ചതുകൊണ്ട് മാത്രമല്ല, ആദ്യത്തെ 2 ദിവസം കാര്യം ഞാൻ വായും പൂട്ടി ഇരിക്കേണ്ടി വന്നു, പക്ഷേ പിന്നീട് കുറച്ച് തെളിവുകളൊക്കെ ഹാജരാക്കി. എങ്കിലും ശ്രീകാന്തേട്ടൻ കേസ് പിൻവലിച്ചത് കൊണ്ടാണ് ഇതിലൊരു വിജയം എനിക്ക് വന്നത്. പിന്നെ അത് മാത്രമല്ല, ശ്രീകാന്തേട്ടൻ കേസ് പിൻവലിക്കാൻ വേണ്ടി വിക്രം എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. കാരണം വിക്രമിനെ കുറിച്ചൊക്കെ അവർക്കറിയാമല്ലോ. അങ്ങനെ ഞാൻ എത്ര ചോദിച്ചിട്ടും വിക്രം അത് പറയുന്നില്ല. എന്തായാലും കേസ് വിജയിച്ചതിൽ തനിക്ക് നല്ല അഭിമാനിക്കാം. കാരണം ബാക്കിയുള്ള വക്കീലന്മാർ പറഞ്ഞു, ആദ്യത്തെ കുറേ നാളൊക്കെ ഞങ്ങൾ ഇതുപോലെ പ്രാക്ടീസിന് വന്നപ്പോൾ അവധി പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കോടതിയിൽ പോകുന്നത്. പക്ഷെ വേദ താൻ അങ്ങനെയല്ല, താൻ ഒരു കേസ് ആദ്യമായിട്ട് ഇറങ്ങി അത് വിജയിച്ച് വരിക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചക്രപാണി സാറ് വേദേനെ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെ ക്ലർക്ക് വന്ന് വിളിച്ച് വേദ വക്കീലെ സാറ് വിളിക്കുന്നുണ്ട്, അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വേദ അകത്തോട്ട് പോവാണ്. അങ്ങനെ ചക്രപാണി സാറ് കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് സാറ് പറയുന്നുണ്ട്, ഈ കേസിൽ തൻ്റെ വിജയം താൻ ഉറപ്പിച്ചോളൂ, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ ശ്രീകാന്തിനെ കേസ് പിൻവലിക്കാനുള്ള എന്തോ ഒരു കേസ് അതിൻ്റെ ഇടയിൽ, അതായത് ശ്രീകാന്ത് പേടിക്കുന്ന രീതിയിൽ എന്തോ ഒരു കേസ് നടന്നിട്ടുണ്ട്, അതാണ് ഈ കേസ് പിന്മാറാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചക്രപാണി സാറ് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെനിക്കും അറിയാം സാറ്, കാര്യം ഇതിൻ്റെ ഇടയിൽ വിക്രം എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വിക്രമിനെ എനിക്ക് പണ്ടേ അറിയാം, കോളേജിൽ പഠിക്കുന്ന ടൈം മുതൽ വിക്രമിൻ്റെ കേസിൽ ബാധിച്ച് വിക്രമിന് ശിക്ഷ മേടിച്ചു കൊടുത്തത് ഞാനാണ്. അപ്പോൾ വേദ അന്തം വിടണം. അപ്പോൾ സാറിന് വിക്രമിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാമോ? ഇത്രയും കൊല്ലങ്ങളായില്ലേടോ. അപ്പോൾ കേസിൻ്റെ ഡീറ്റെയിലൊക്കെ കമ്പ്യൂട്ടറിൽ കാണും, പക്ഷേ എന്തോ ഒരു മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസായിരുന്നു സാർ, ഞാൻ അതൊന്ന് കമ്പ്യൂട്ടറിൽ നോക്കിക്കൂടാ, അതിനെന്താണ് നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശ്രീനി സാറ് വിളിച്ചിരുന്നു എന്നും ശ്രീനി സാറിൻ്റെ കേസുകളൊക്കെ ഇനി നമുക്ക് വേദയാണ് ഏൽപ്പിക്കുന്നത്, വേദ നല്ല രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യണം, വേദയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഉള്ള രീതിയിൽ മിണ്ടാണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഇന്ന് ഏതോ ഏതോ ഒരു സ്ഥലത്ത് പോകണം, സോഫിയെ കൂടെ കൂട്ടി പോകണം വേദാന്ന് ചക്രപാണി സാറ് പറയാണ്. അപ്പോൾ ഓക്കെ സാർ, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചക്രപാണി സാറ് വീണ്ടും പറയുന്നുണ്ട്, വേദ, ശ്രീനി സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനി വിക്രമിനെ യാതൊരു വിധ വേണ്ടാത്ത ചീത്ത കേസിലും ഉൾപ്പെടുത്തുകയില്ല എന്ന് വേദയോട് പറഞ്ഞേക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദ ചിരിച്ചിട്ട് അങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വേദ ഈ കമ്പ്യൂട്ടറിലുള്ള പഴയ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. അതിലെ വാദത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ അതെല്ലാം അതിൻ്റെ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തണം. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മാഷ് ഉമ്മറത്തിരിക്കുകയാണ്, മഴയാണ് നല്ല. അപ്പോൾ കമല ഒരു കട്ടൻ ചായ കൊണ്ട് കൊടുത്തപ്പോൾ മാഷ് പറഞ്ഞു, അവൾക്ക് കൊടുക്കുക, അവൾ ജോലി കഴിഞ്ഞ് വന്നില്ല. ഇല്ല ചാച്ചൻ കുടിച്ചോളൂ, അമ്മ എനിക്ക് വേറെ എന്നാൽ ഞാൻ വേറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കമല എടുക്കാൻ പോയി. അപ്പോൾ വേദ മാഷിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അച്ഛാ, അന്ന് വിക്രമിൻ്റെ ആ കേസ് നമ്മുടെ ചക്രപാണി സാറാണ്, ഞാനിപ്പോൾ പ്രാക്ടീസിന് പോണ സാറാണ് നടത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ പഴയ കേസ് വിവരങ്ങളൊക്കെ ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കി. അതിലെന്തുകൊണ്ടാണ് വെച്ചാൽ ഇപ്പോൾ വിക്രം സ്വമേധയാ ആ കേസ് സമ്മതിച്ചു, പക്ഷെ അതെങ്ങനെ ആ ബാഗിൽ വന്നു എന്നോ അത് ആരെ കൊണ്ടുവച്ചെന്നോ വിക്രം തന്നെയാണെന്ന് പറഞ്ഞാലും അതിന് സാക്ഷിയോ തെളിവോ ഒന്നുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിചാരണയൊക്കെ വരാത്തതെന്ന് വേദ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ എന്തായാലും കോടതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി സത്യാവസ്ഥ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ വേദ വിക്രമിന് ശിക്ഷ കൊടുത്തത്. അല്ലച്ചാ, തിരിച്ചു ആകാമല്ലോ. സ്വയം അച്ഛനെ രക്ഷിക്കാനായിട്ട് ഉള്ള രീതിയിലാണെങ്കിലും ചിലപ്പോൾ വിക്രം
ആ കുറ്റം ഏറ്റെടുത്തതാണെങ്കിലോ നമുക്കിത് ചിന്തിക്കാമല്ലോ പല രീതിയിൽ. ഇതിപ്പോൾ വിക്രം സ്വമേധയെല്ലാം സ്വയം ഏറ്റെടുത്തത് കൊണ്ടാണ് പിന്നെ ഒരു വിചാരണ അവിടെ വരാത്തത് എന്നിങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും മാഷും വേദയും ആലോചിച്ച് നിൽക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ സീന് വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോ പ്രൊമോ വീഡിയോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ വീഡിയോ പ്രൊമോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു മുത്തുമണികളെ.